T20 ലോകകപ്പ് വിജയികളായ ഇന്ത്യൻ ടീമിനെ പാർലമെന്റിൽ അഭിനന്ദിച്ച സ്പീക്കർ ഓം ബിർള ടീമിന്റെ വിജയം ഏറെ സന്തോഷം നൽകുന്നതാണെന്നും ടീമിനൊപ്പം ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും ഈ അവസരത്തിൽ പ്രശംസ അർഹിക്കുന്നുവെന്നും സ്പീക്കർ സൂചിപ്പിച്ചു. ഡൽഹിയിലെ മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം പ്രഖ്യാപിച്ച സർക്കാർ. 10 ലക്ഷം രൂപ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക്. സംസ്ഥാനം നേരിട്ടത് വലിയ ദുരന്തമെന്നും സർക്കാർ. മുംബൈയിലെ ബുഷി ഡാമിൽ വീണ് ഒരു കുടുംബത്തിലെ 3 പേർ മരിച്ചു. കനത്ത മഴയിൽ വെള്ളച്ചാട്ടത്തിൽ ജലനിരപ്പ് ഉയർന്നതാണ് അപകട കാരണം. തൃശൂർ ദേശമംഗലത്ത് ഭാരതപ്പുഴയിൽ മൃതദേഹം കണ്ടെത്തി. പുരുഷന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. മരിച്ചയാളെ തിരിച്ചറിഞ്ഞില്ല. തൃശൂർ കാഞ്ഞാണി ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഗ്ലോബൽ സർവീസ് പ്രൊജക്ട് പരിപാടി സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം ലയൺസ് ക്ലബ് മുൻ പ്രസിഡന്റ് സുരേഷ് കൊട്ടാരത്തും നിലവിലെ പ്രസിഡന്റ് മോഹൻലാലും ചേർന്ന് നിർവഹിച്ചു. തൃശൂർ പഴുവിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഫെറോന കുടുംബസംഗമം നടന്നു. പഴുവിൽ സെന്റ് ആന്റണീസ് ഫെറോന പള്ളിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഫെറോന വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം കാട്ടാക്കടയിൽ വിദ്യാർത്ഥികളെ മർദ്ദിച്ച സംഭവത്തിൽ 3 പേർ കൂടി അറസ്റ്റിൽ. അറസ്റ്റിലായത് സജിത്, അബിൻ, അനുരാജ് എന്നിവർ. തൃശൂർ ചാവക്കാട് ഇരട്ടപ്പുഴ കോളനിയിൽ തെങ്ങ് വീണ 3 പേർക്ക് പരിക്കേറ്റത് താഹിറ, സുബൈദ, ഷമീറ എന്നിവർക്ക്. തിരുവനന്തപുരം പോരുവഴിയിൽ പ്രതിഭാസംഗമം സംഘടിപ്പിച്ചു. മഴവില്ലി എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി ചലച്ചിത്ര സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു.